ഒരു വാക്ക് പറയുന്നുണ്ട്, കൺസർവേറ്റീവ് ഫോഴ്സസ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് +1 ക്ലാസ്സിൽ 6-ാമത്തേതും 8-ാമത്തേതും അധ്യായങ്ങൾ. എന്ന് വെച്ചാൽ വർക്ക് എനർജി, പവറും ഗ്രാവിറ്റേഷനിലും നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ് പൊട്ടൻഷ്യൽ എനർജി. കേട്ടിട്ടുള്ള വാക്കാണ് പൊട്ടൻഷ്യൽ എനർജി. അവിടെ തന്നെ നമ്മൾ ഡീൽ ചെയ്യുന്ന 2 വാക്കുകളാണ്, ഫോഴ്സസ് ആണ്, സ്പ്രിംഗ് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും. ഇവ രണ്ടുപേരും കൺസർവേറ്റീവ് ആണ് ഒരു വാക്ക് പറയുന്നത്. സ്പ്രിംഗ് ഫോഴ്സസ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ആർ എക്സാമ്പിൾസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സസ്. അപ്പൊ നമുക്ക് കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു കോളം കൺസർവേറ്റീവ് ഫോഴ്സ് എന്നും മറുഭാഗം നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നും രണ്ടായിട്ട് എടുക്കാം. കൺസർവേറ്റീവ് ഫോഴ്സ് എന്നും നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നും രണ്ടായിട്ട് എടുക്കാം. കൺസർവേറ്റീവ് ഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, വർക്ക് ഡൺ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്നാണ്. രണ്ടാമത്തെ കാര്യം, വർക്ക് ഡൺ ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് 0. നമുക്കിത് രണ്ടും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കല്ലോ അല്ലെങ്കിൽ ഒരു പെൻസിലോ എന്തെങ്കിലും, ഇത് നമ്മുടെ ഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കും. ഗ്രൗണ്ട് സപ്പോസ് എ. ഇവിടെ നിന്ന് നമ്മൾ ബി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ലിഫ്റ്റ് ചെയ്യാണ്. ഇത് ബി. അപ്പം നമ്മൾ ഗ്രാവിറ്റി ഈസ് വെർട്ടിക്കലി ഡൗൺ. എല്ലാവർക്കും അറിയാം ഗ്രാവിറ്റി എപ്പോഴും എങ്ങോട്ടാണ്? ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്? വെർട്ടിക്കലി ഡൗൺ ആണ്. ഓക്കെ, നമ്മൾ ലിഫ്റ്റ് ചെയ്യാണ്. ലിഫ്റ്റ് ചെയ്യുമ്പോൾ m മാസുള്ള ഒരു വസ്തുവിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യാണ്. ഗ്രൗണ്ടിന്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു ഹൈറ്റ് h ഹൈറ്റിലേക്ക് നമ്മൾ ലിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ അറ്റ് ദ പോയിന്റ് ബി, പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ പോയിന്റ് ബി എന്താണ്? mgh ആണ്. അഥവാ വർക്ക് ഡൺ in taking the body from A to B or work AB equal to mgh ആണല്ലോ. അടുത്ത ചോദ്യം, ഇതേ വസ്തുവിനെ വേറൊരു വഴി കൂടെ കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വിചാരിക്കുക. സോ ഇത് എ, സി, ഡി. സോ വാട്ട് ഇസ് എ, സി, ഡി, ബി? അവിടെ എന്തായിരിക്കും വർക്ക്? നമുക്കറിയാം വർക്ക് എന്താന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? വർക്ക് ഈക്വൽ ടു എഫ് ഡോട്ട് എസ് ആണ്. വർക്ക് എന്താണ്? എഫ് ഡോട്ട് എസ്. എന്താ ഡിസ്പ്ലേസ്മെന്റ്? എന്താ ഡിസ്പ്ലേസ്മെന്റ്? കൃത്യമായിട്ട് അറിയാം. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് സ്റ്റാർട്ട് ആൻഡ് എൻഡ്. സ്റ്റാർട്ട് ആൻഡ് എൻഡ് എന്താ? എ ടു ബി എന്ന് വെച്ചാ വെക്ടർ എ ബി. അപ്പോ നമ്മൾ ഏത് വഴി കൂടെ വന്നാലും എയിൽ നിന്ന് സി ഡി വഴി ബിയിൽ എത്തിയാലും എയിൽ നിന്ന് ബി നേരെ എത്തിയാലും ഈ ഡിസ്പ്ലേസ്മെന്റ് എ ബിക്ക് മാറ്റം വരാൻ പോകുന്നില്ല. ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് ആണ്, അതും മാറ്റില്ല. സോ എഫ് ഡോട്ട് എസ് ഇസ് എ സ്കേലാർ. അപ്പോൾ എ സി ഡി ബി ആണെങ്കിലും അത് എന്ത് തന്നെയാണ്?
MgH ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കയറിയാലും ഈ വളഞ്ഞ വഴിയിൽ കൂടെ ഇങ്ങനെ വന്നാലും എന്തിന് മാറ്റം വരുന്നില്ല? വർക്കിന് ചേഞ്ച് വരുന്നില്ല. നോ ചേഞ്ച്. ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ തിരിച്ച് അടുത്ത കാര്യം, ഇനിയും ക്ലോസ്ഡ് പാത്താണെന്ന് വിചാരിക്കാം. ഒരു കാര്യം അപ്പം ഞാൻ പറഞ്ഞു. എന്താണ് ഫസ്റ്റ് കാര്യം? ഇത് പറഞ്ഞു കഴിഞ്ഞു. വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമതൊരു കാര്യം കൊണ്ടുണ്ട്. വർക്ക് ഡൺ ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് 0. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആലോചിച്ച് നോക്കിയേ. വർക്ക് ഡൺ ഇൻ ക്ലോസ്ഡ് പാത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞു വർക്ക് ഡൺ AB എന്താണ്? A to B എന്താ? MgH. ശരിയല്ലേ? MgH ആണ്. ഇനി അപ്പോ തിരിച്ച് വർക്ക് ഡൺ BA എന്തായിരിക്കും? ആദ്യം നമ്മൾ ഫോഴ്സ്, ഗ്രാവിറ്റി എപ്പോഴും വെർട്ടിക്കലി ഡൗൺ ആണ് ഞാൻ പറഞ്ഞു, ഇങ്ങോട്ടാണ്. ഇനി ആദ്യം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് എടുക്കുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ. പിന്നെന്താ നമ്മൾ ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ, ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പം ഒന്ന് F.S സെയിം ഡിറക്ഷൻ ആണെങ്കിൽ മറ്റേതോ F.S റിവേഴ്സ് ഡിറക്ഷനിലാണ്. അപ്പോൾ റിവേഴ്സ് എത്ര വരും? -MgH. So what is the work done going from ABA? ABA എന്ന് പറഞ്ഞാൽ എന്താ? എയിൽ നിന്ന് ടു B and back to A. അപ്പൊ എന്ത് കിട്ടി? WABA equal to 0. എന്തുകൊണ്ടാണ്? mg plus -mg equal to 0 അല്ലേ? അപ്പോ നമ്മൾ എന്താ സെക്കൻഡ് പോർഷനും പറയും. എന്താ സെക്കൻഡ് പോർഷൻ പറയുന്നത്? വർക്ക് ഡൺ ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് 0. ഇതാണ് കൺസർവേറ്റീവിന്റെ കാര്യം. ഇനി നമ്മൾ നോൺ കൺസർവേറ്റീവ് ആണെന്ന് നോക്കാം. നോൺ കൺസർവേറ്റീവ് ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ആളുകളാണ് ഫ്രിക്ഷൻ. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് എന്ത്? ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു വസ്തു ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു വസ്തു, ഇത് നമ്മുടെ ഫ്ലോറ്, ഇത് നമ്മുടെ ഒരു വസ്തു മാസ് M. ഓക്കെ. ഇതിനെ നമ്മൾ ഈ പറയുന്ന എയിൽ നിന്ന് ബിയിലേക്ക് ചലിപ്പിക്കണം എന്ന് വിചാരിക്കാം. അപ്പോ ഇതിന്റെ അപ്ലൈഡ് ഫോഴ്സ് ഈ ഡയറക്ഷനിലാണെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ്, ഇത് അപ്ലൈഡ് ഫോഴ്സ് ആണ്. അപ്ലൈഡ് ഫോഴ്സ് ഈ ഡയറക്ഷൻ ആണെങ്കിൽ ഫ്രിക്ഷൻ എപ്പോഴും നമ്മൾ എഴുതുക ഓൺ ദ സർഫസ് ആണ്, എവിടെയെങ്കിലും അല്ല, എലോങ് ദ സർഫസ്. ഫ്രിക്ഷൻ ഫോഴ്സ് സ്മോൾ f ആണെന്ന് വിചാരിക്കാം. ഇതൊരു റഫ് സർഫസ് ആണ്. ഇതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നോട്ട് ഈക്വൽ ടു 0 ആണ്, സ്മൂത്ത് അല്ല എന്നർത്ഥം. അപ്പൊ ആ ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോ നമ്മൾ ഈ വസ്തുവിനെ ഇങ്ങോട്ടാണ് അപ്ലൈഡ് ഫോഴ്സ്, അപ്പൊ ഫ്രിക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പൊ ചോദ്യം ഇതാണ്, WAB എന്താണ്? ആലോചിച്ച് നോക്ക. F.S അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം F.S ആണ്. ഫ്രിക്ഷൻ ആണ് ചോദ്യമേ. അപ്പോ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ടാ? ഇടത്തേക്ക്. F ലെഫ്റ്റ് ആണ്. നമ്മൾ എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്? വലത്തേക്ക്. അപ്പോ F.S FS, S എന്ന് പറയുന്നത് AB എന്നുള്ള ദൂരം, cos θ. S എന്ന് പറയുന്നത് എത്രയാണ്? AB ദൂരം. അതിന് നമുക്ക് വേണമെങ്കിൽ AB ഈക്വൽ ടു R എന്ന് വല്ലതും പറയാം. സോ വാട്ട് ഇസ് ദാറ്റ്? F ഇൻറ്റു cos θ ഇവിടെ എത്ര വരും? 180 ഡിഗ്രി. സോ -FR എന്ന് കിട്ടും. WAB എന്ന് പറയുന്നത് -FR എന്ന് കിട്ടും. തിരിച്ച് റിവേഴ്സ് ആണെന്ന് വിചാരിക്കാം. വർക്ക് ഡൺ B to A. B to A എന്ന് പറഞ്ഞാൽ എന്താ? ബിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവരണം. ഇതാണ് എ. അപ്പൊ അപ്ലൈഡ് ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഇതാണ് അപ്ലൈഡ് ഫോഴ്സ്. ഫ്രിക്ഷൻ അപ്പോഴും എന്തായിരിക്കും? റിവേഴ്സ് ആണ്. അപ്പൊ അപ്ലൈഡ് ഫോഴ്സ് ലെഫ്റ്റ് ആണെങ്കിൽ ഫ്രിക്ഷൻ എപ്പോഴും എന്തായിരിക്കും? റൈറ്റ്. അപ്പൊ വീണ്ടും നമുക്ക് എന്ത് തന്നെയാണ് WB to A യും കിട്ടുക?
കാരണം ഇവിടെയും തീറ്റ എന്ത് വരും? 180 ഡിഗ്രി. സോ ആലോചിച്ച് നോക്കിയേ, ക്ലോസ്ഡ് പാത്ത്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എയിൽ നിന്ന് ബിയിലേക്കും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്കും. സോ വാട്ട്സ് എ ടോട്ടൽ വർക്ക് ഡൺ? WAB പ്ലസ് WBA. ഇവിടെ എന്ത് വരും? -FR പ്ലസ് -FR. എത്രയത്? -2FR എന്ന് പറഞ്ഞാൽ WABA നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞു, ഇവിടെ വർക്ക് ഡൺ എന്താണ്? 0. ഇവിടെ വർക്ക് ഡൺ എന്താണ്? നോട്ട് ഈക്വൽ ടു 0. അപ്പോ ഇതാണ് എന്ത്? നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ അവസ്ഥ. നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കാര്യം ഇതാ. ഇനി നമുക്ക് നോക്കാം. അപ്പോ രണ്ട് വസ്തുക്കളുടെ ഇടയിലുള്ള ഫോഴ്സ്. ഇനി ഈ ഫോഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഫോഴ്സ് ബിറ്റ്വീൻ ടു ബോഡീസ് കൺസർവേറ്റീവ് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? അപ്പോൾ നമ്മൾ രണ്ടു തരം ഫോഴ്സിനെ പരിചയപ്പെട്ടു. എന്താണ് രണ്ടു തരം ഫോഴ്സ്? ഒന്ന് കൺസർവേറ്റീവും മറ്റൊന്ന് നോൺ കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് ആണെങ്കിൽ if force acting between two bodies is conservative, അങ്ങനെയാണെങ്കിൽ മാത്രം then mechanical energy of the system will remain constant. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ അർത്ഥം എന്താണെന്നുള്ള അറിയേണ്ടത്. കൈനറ്റിക് എനർജി ഇനീഷ്യൽ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ ഈക്വൽ ടു മെക്കാനിക്കൽ എനർജി ഇനീഷ്യൽ. അതുപോലെ തന്നെ കൈനറ്റിക് എനർജി ഫൈനൽ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ ഈക്വൽ ടു മെക്കാനിക്കൽ എനർജി ഫൈനൽ. Therefore, എന്താണ് അതിന്റെ അർത്ഥം? ME ഇനീഷ്യൽ ഈക്വൽ ടു ME ഫൈനൽ. ME ഇനീഷ്യൽ ഈക്വൽ ടു ME ഫൈനൽ. അപ്പോ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വസ്തു, നാളികേരാവട്ടെ എന്തോ ആയിക്കോട്ടെ, നമ്മള് തെങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു നാളികേരാണ്. ഇതൊരു തെങ്ങാണ് എന്ന് വിചാരിക്കുക. തേങ്ങ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇവിടെ നിന്നൊരു നാളികേരം വീണപ്പോ ഇവിടെ ഒരു കുടം ഇരിക്കുന്നുണ്ട്. ഈ കുടം ഉടയ്ക്കാനുള്ള ശേഷി നാളികേരത്തിനുണ്ട്. ഇത് വന്നിരിക്കുന്ന ഈ കോക്കനട്ട് ട്രീയുടെ മുകളിൽ നിന്ന് ഓലയൊക്കെ അവിടെ ഉണ്ട്, അതിനൊന്നും സംശയമില്ല. ഈ നാളികേരം ഇതിവിടെ താഴെ വീഴുമ്പോ, ഇതിനെ കുട ഉടയ്ക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇവിടെ നിൽക്കുമ്പോ, ഈ നിൽക്കുന്ന സ്ഥലത്ത് അറ്റ് റെസ്റ്റ് ആവുമ്പോ, റെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി എന്താണ്? 0 ആണ്. അതേസമയം അതിന് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? മാക്സിമം ആണ്. പക്ഷേ അത് ഇവിടെ എത്തുമ്പോ, ഇതേ നാളികേരം ഈ സ്ഥലത്തെത്തുമ്പോ കുട ഉടയുന്നുണ്ട്. എങ്ങനെയാണ്? ഇവിടെ എത്തുമ്പോ അതിന്റെ കൈനറ്റിക് എനർജി എന്താവും? മാക്സിമവും. പൊട്ടൻഷ്യൽ എനർജി എന്താവും? 0 ആവും. അപ്പൊ ഇതിന്റെ സം ടോട്ടൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസില് ടോട്ടൽ എനർജി ഏത് പോയിന്റിൽ, എ ആണെങ്കിലും ഓൾ ദ 3 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. at a point A, at a point B, at a point C, total energy is a constant, അഥവാ കൺസേർവ്. അപ്പോ
for a freely falling body, total energy or mechanical energy is conserved. Conserved എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? It is transformed from one form to another. One form to another. അതിന് ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്, അല്ലാതെ ഇറ്റ് ഇസ് നോട്ട് ന്യൂലി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കൺസേർവ്ഡ്. അപ്പോ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടെ റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാല്? വർക്ക് നമ്മൾ ചെയ്യുന്നത് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത്. എന്ന് വെച്ചാൽ എയിൽ നിന്ന് ബിയിലേക്ക് നമുക്ക് എത്ര വഴികളിൽ കൂടെ പോയാലും നമ്മൾ പോകുന്ന വർക്ക് ഒന്ന് തന്നെയായിരിക്കും. ഇനി തുടങ്ങിയ സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു മടങ്ങിയെത്തുകയാണെങ്കിൽ നെറ്റ് വർക്ക് ഡൺ വിൽ ബി സീറോ. ഇതാണ് കൺസർവേറ്റീവ് ഫോഴ്സിന്റെ രണ്ട് ഡെഫിനിഷൻ. അതെങ്ങനെ വന്നു എന്നാണ് നമ്മൾ ഇത്രയും നേരം കാണിച്ചത്. ഇതിലെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം, നമുക്ക് ആവശ്യം വരും. അതിലൊരു എക്സാമ്പിൾ ആണ് ഫ്രിക്ഷൻ പറഞ്ഞത്. ഫ്രിക്ഷനിൽ ഒരു കാരണവശാലും നെറ്റ് വർക്ക് ഡൺ എന്തല്ല? സീറോ അല്ല. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു കൺസർവേറ്റീവ് ആണെങ്കിലുള്ള പ്രത്യേകത എന്താ? മെക്കാനിക്കൽ എനർജി ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എന്ന് ഉദ്ദേശിക്കുന്ന മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഇനീഷ്യൽ ഇസ് സെയിം ആസ് കൈനറ്റിക് എനർജി ഫൈനൽ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ. അതിന്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. നാളികേരം, മുകളിൽ നിൽക്കുന്ന നാളികേരത്തിന് താഴെ ഇരിക്കുന്ന കുട ഉടയ്ക്കാൻ കഴിയുന്നു. എങ്ങനെയാണ് അതിന് സാധിക്കുന്നത്? മുകളിൽ ഇരിക്കുമ്പോൾ അതിന് കൈനറ്റിക് എനർജി ഇല്ല, പക്ഷെ താഴെ വരുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി മാക്സിമം ആവുകയും പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുകയും ചെയ്യും. അപ്പൊ എനർജി ട്രാൻസ്ഫോംഡ് ആണ്. എങ്ങനെ? കൈനറ്റിക് ആയി മാറുകയാണ്. ഇനീഷ്യലി അതിനുണ്ടായിരുന്നത് പൊട്ടൻഷ്യൽ ആയിരുന്നു. അപ്പോ ഇതിനെയാണ് നമ്മൾ പറയുന്നത് കൺസേർവ്ഡ്. അപ്പൊ ഇത്തരത്തിൽ കൺസേർവ്ഡ് ഫോഴ്സസ് ആണ് നമ്മൾ പറയുന്ന സ്പ്രിംഗ് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ. ഇനി നമ്മൾ പറയാൻ വരുന്നത് കൊളുംസ് ഫോഴ്സ്. കൊളുംസ് ഫോഴ്സ് എന്ന് പറയുന്നത് അത്തരത്തിലൊരു ഫോഴ്സാണ്. കൊളുംസ് ഫോഴ്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഇതിനും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് പാരയിലേക്ക് പോവാണ്. കൊളുംസ് ഫോഴ്സ് എന്ന് പറയുന്നത് അതും ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പോ കൊളുംസ് ലോയും നമ്മളുടെ പുതിയ ആളാണ് കൊളുംസ് ലോ. അപ്പൊ നമ്മൾ പുതിയ വാക്ക് വരുന്നു, കൊളുംസ് ലോ വേഴ്സസ് ആരുമായിട്ടാണ്? ഗ്രാവിറ്റേഷണൽ ലോ. ഇവർ തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട്. എന്തൊക്കെയാ? ഒന്നാമത്തെ സമാനത എന്നാണ് ആദ്യം പറയുന്നത്. എന്തായിരുന്നു ഇത്? എഫ് പ്രപ്പോർഷണൽ ടു Gm1m2/r². ഇതെന്തായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് പ്രപ്പോർഷണൽ ടു K(Q1Q2)/r². ഇവിടെ കെയുടെ വാല്യൂ എല്ലാവർക്കും അറിയാം. വാക്വത്തിൽ വെക്കുമ്പോൾ 9 × 10⁻⁹ എന്ന് കിട്ടും. ഇത് ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, അനദർ കോൺസ്റ്റന്റ് ആണ്. ഇതൊക്കെ ലാസ്റ്റ് ഇയർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ പറഞ്ഞത് രണ്ടുപേർക്കും സിമിലാരിറ്റി എന്താണ്? r² ആണ്. എന്തായിരുന്നു r²? If Q1 and Q2 are two charges, the separation between the two, അതിനാണ് എന്ത് പറയുക? r. ഇവിടെ എന്തായിരുന്നു? If M1 and M2 are two masses, the separation is r. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഓൺലി തിങ് നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? വി ആർ ഗോയിങ് ടു റീപ്ലേസ് ഇതിനെ മാസ്.
ഇൻസ്റ്റെഡ് ഓഫ് മാസിനെ റീപ്ലേസ് ചെയ്യാണ് വിത്ത് വാട്ട്? വിത്ത് ചാർജ്. അതാണ് നമ്മൾ ബേസിക്കലി ഇവിടെ ചെയ്യുന്നത്. ഗ്രാവിറ്റേഷൻ ലോയില് മാസ് നമ്മൾ എന്തിനുപയോഗിച്ചോ ആ മാസിന്റെ സ്ഥാനത്തേക്ക് നമ്മൾ ഇവിടെ ആരെയാണ് റീപ്ലേസ് ചെയ്തത്? ചാർജിനെയാണ് റീപ്ലേസ് ചെയ്തത്. അപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് എഫ് പ്രപ്പോർഷണൽ ടു കെ Q1 Q2 ബൈ ആർ സ്ക്വയർ. സോ ദിസ് ഇസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ രണ്ടുപേരുടെ. അപ്പൊ ഇവിടെ നമ്മൾ കുറെ ടേംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ നമ്മൾ ഇവിടെ പഠിച്ച ടേംസ്? ഒന്നാമത് പഠിച്ച ഒരു വാക്കായിരുന്നു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. പിന്നെ നമ്മൾ അടുത്ത വാക്കായിരുന്നു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മളത് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഇവിടെ എന്ത് വാക്കാ ഉപയോഗിക്കാൻ പോവാ? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. നമുക്ക് അതിലേക്കാണ് എത്തേണ്ടത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണെന്നാണ് നമുക്ക് എത്തേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ് പഠിക്കുക. അപ്പൊ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ പഠിക്കാനാണ് നമ്മൾ ഈ കഷ്ടപ്പാട് മുഴുവനും പെട്ടതെന്ന് മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതാണ് അതിന്റെ റിസംബ്ലൻസ്. സെക്കൻഡ് പാര ഇതാണ് പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ കൃത്യമായിട്ട് പറയുന്ന ഇതാണ്. ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് ഗ്രാവിറ്റേഷൻ ലോയും കൂളംബ്സ് ലോയും തമ്മിൽ. ആ ഗ്രാവിറ്റേഷൻ ലോ എന്തായിരുന്നു? എഫ് പ്രപ്പോർഷണൽ ടു Gm1 m2 ബൈ ആർ സ്ക്വയർ. കൂളംബ്സ് ലോ എന്താണ്? എഫ് പ്രപ്പോർഷണൽ ടു K Q1 Q2 ബൈ ആർ സ്ക്വയർ. അവിടെ രണ്ടുപേരും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒരുപോലെ അംഗീകരിക്കുന്നു. ഇവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തിനായിരുന്നു? അതുപോലത്തെ ഒരു ടേം ഇവിടെയുണ്ട്. ഇതിന് പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അത് മനസ്സിലായാൽ അടുത്ത സ്റ്റെപ്പ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് സെക്കൻഡ് പാരഗ്രാഫ്. ഇനി തേർഡ് പാരഗ്രാഫ് എന്താണ് നമുക്ക് നോക്കാം. തേർഡ് പാരഗ്രാഫ് നമ്മൾ ചെയ്യുന്നത് കൺസിഡർ ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഡ്യൂ ടു സം ചാർജ് കോൺഫിഗറേഷൻ. First, for simplicity, consider the electric field E due to a charge Q placed at the origin. Now imagine that we bring a test charge Q from a point R to a point P against repulsive force on it due to the charge Q with reference to this figure. അടുത്ത നമ്മൾ ഈ ഫിഗറിലേക്ക് ഒന്ന് കണ്ണ് വായിച്ചു നോക്കാം. ഈ ഫിഗർ എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ആ ഫിഗർ പറയുന്നത് ഇന്നതാണ്. അപ്പൊ നമ്മള് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നുള്ള ഒരു വാക്ക് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനു മുമ്പ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്താന്ന് നമുക്കറിയാം. സോ അതിനുവേണ്ടി നമുക്കൊരു ഫിഗർ ആവശ്യമുണ്ട്. സോ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന വാക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അതിനുവേണ്ടി നമുക്ക് ഈ ഫിഗർ ഒന്ന് ആവശ്യമുണ്ട്. എന്താണ് ആ ഫിഗർ പറയുന്നത് നോക്കാം. എന്താണ് ആ ഫിഗർ പറയുന്നത്? ഒരു ചാർജ് ഉണ്ട് ക്യാപിറ്റൽ Q, വേറൊരു ചാർജ് ഉണ്ട് സ്മോൾ ചാർജ് പ്ലസ് Q. ഈ ചാർജിന് സ്മോൾ Qനെ നമ്മൾ R എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് P എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ ക്ലിയർ ആണ്. ഈ ചാർജും പ്ലസ് ആണ്, സ്മോൾ ക്യൂവും പ്ലസ് ആണ്, ക്യാപിറ്റൽ ക്യൂവും പ്ലസ് ആണ്. അപ്പോ ഇവർക്ക് തമ്മിലുണ്ടാവുന്ന ഫോഴ്സ്, ഇതിന്റെ ഇടയിലുള്ള ഫോഴ്സ് എന്താണ്? ഫോഴ്സ് ബിറ്റ്വീൻ പ്ലസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ, ഒന്ന് ബിഗ് ഒന്ന് സ്മോൾ, ആർ റിപ്പൾസീവ്. എന്ത് ഫോഴ്സ് ആണ് ഇടയിലുള്ളത്? റിപ്പൾസീവ്. അപ്പൊ അവർക്ക് ഒരു കാരണവശാലും അടുത്ത് വരാൻ താല്പര്യം ഇല്ലല്ലോ.
വരാൻ പോകുന്നില്ലല്ലോ. ദേ വിൽ ബി റിപ്പലിംഗ് ഈച്ച് അതർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കും അല്ലെ. എന്താ നമ്മൾ ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത് നോക്കുക. ഇൻ ബ്രിങ്ങിങ് ദ ചാർജ് Q ഫ്രം R to P we apply an external force. എക്സ്റ്റേണൽ ഫോഴ്സ് എത്ര മതി? It is just enough to counter the repulsive electric force. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, no net force or acceleration on the charge Q when it is brought from R to P. It should be brought with infinitesimally small, slow, constant speed. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് അതിന്റെ അർത്ഥം? സ്വമേധയാ വരില്ല. കാരണം ഞാൻ പറഞ്ഞു, ഇവരുടെ ഇടയിലുള്ള ഫോഴ്സ് എന്താണ്? ഹെവിലി റിപ്പൾസീവ് ഫോഴ്സ് ആണ്. അപ്പോ ഇവരുടെ ഇടയിലുള്ള റിപ്പൾസീവ് ഫോഴ്സിന്റെ വാല്യൂ നമുക്കറിയാം. എത്ര റിപ്പൾസീവ് ഫോഴ്സിന്റെ വാല്യൂ? എഫ് റിപ്പൾസീവ് എത്രയാണ്? എല്ലാവർക്കും അറിയാം. എത്രയാണ്? 1/4πε0 Q1 Q2 R². ഇത്രയാണ് ഇവരുടെ ഇടയിലുള്ള റിപ്പൾസീവ് ഫോഴ്സ്. ഇതിന് തത്തുല്യമായിട്ട് ഇതേപോലെ തന്നെ റിവേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നു. സെയിം മാഗ്നിറ്റ്യൂഡാണ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡും ഇതിന്റെ മാഗ്നിറ്റ്യൂഡും ഒന്ന് തന്നെയാണ്. ഡയറക്ഷൻ മാത്രമേ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് ഇതിനെ കൊണ്ടുവരുന്നത്? വളരെ സ്ലോ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. വെരി വെരി സ്ലോ മോഷനാണ്. എന്തിനാ സ്ലോ ആവുന്നത്? ആക്സിലറേഷൻ ഷുഡ് ബി 0. ആക്സിലറേഷൻ 0 ആയിരിക്കണം. വളരെ സ്ലോ ആയിട്ടാണ് കൊണ്ടുവരേണ്ടത്. കൊണ്ടുവരികയാണ്. എങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്? ടു ദ പോയിന്റ് P ഫ്രം R. The electric force, if the external force is removed, the electric force will take the charge Q away from Q. The stored energy is used to provide kinetic energy. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെങ്ങിന്റെ മുകളിലുള്ള തേങ്ങ താഴെ വീണ് കൊട ഉടയ്ക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ എപ്പോഴാണോ ഈ ചാർജ് പിയിലെത്തിയിട്ട് നമ്മൾ കൈവിടുന്നത്, അപ്പൊ തന്നെ അത് എന്ത് ചെയ്യും? തിരിച്ചെന്ത് ചെയ്യും? സ്റ്റോർഡ് പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും? കൈനറ്റിക് എനർജി ആവും. അതേ ആ പോയിന്റിൽ എത്തുമ്പോ തന്നെ, ഈ പോയിന്റിലേക്ക് എത്തുമ്പോ തന്നെ സ്റ്റോർ ചെയ്ത പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് ട്രാൻസ്ഫോം ചെയ്യും? കൈനറ്റിക് എനർജി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. അപ്പോ വർക്ക് ഡൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വർക്ക് ഡൺ RT ഈക്വൽ ടു ഫ്രം എവിടം മുതൽ എവിടം വരെയാ? R to P. എത്രയാത്? F external dot dr. എന്താ dr എന്ന് പറഞ്ഞപ്പോ? dr എന്തായിരിക്കും? ഇത് P, ഇത് R. ആറിൽ നിന്ന് പിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ആരെ? ടെസ്റ്റ് ചാർജ് ക്യൂവിനെ കൊണ്ടുവരികയാണ്. ഇവിടെ എവിടെയോ മറ്റാൾ ഇരിപ്പുണ്ട്, ബിഗ് ക്യൂ ഇരിപ്പുണ്ട്, സോഴ്സ് ചാർജ്. ഈ ദൂരം ആറാണെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള വളരെ ചെറിയ സ്മോൾ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പേര് പറയാ? dr. ആൻഡ് യു നോ വർക്ക് ഈസ് ഓൾവേസ് ഡിഫൈൻഡ് ആസ് F dot dr. പഠിച്ചിട്ടുണ്ട്. ആ എഫിന് പകരം നമ്മൾ ഇവിടെ എന്തെടുത്തിരിക്കുക? F external ഈക്വൽ ടു F external dot dr. നമ്മളാണ് ജോലി ചെയ്യുന്നത് for moving from R to P. But you know what is F external? F external എന്താണെന്നറിയാം? What is F external? Minus of electrostatic force Fe. അപ്പോ നമുക്ക് എന്ത് പേരിട്ട് കൊടുക്കാം? WRT ഈക്വൽ ടു ഇന്റഗ്രൽ R to P. F externalന് പകരം എന്തെഴുതാം? മൈനസ് Fe dot dr. Minus Fe dot dr. So this work is against, ഈ വർക്ക് എന്തിനാണ്? Against electrostatic repulsive force and gets stored as potential energy.
At every point in the electric field, the particle with charge q possesses a certain electrostatic potential energy. This work done increases its potential energy by an amount equal to potential energy difference between the points R and P. അപ്പോൾ എന്താ അതിന്റെ അർത്ഥം? പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ്? ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി പി, മറ്റേ പോയിന്റ് പൊട്ടൻഷ്യൽ എനർജി ആർ. സോ വാട്ട്സ് ദ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ്? ഡെൽറ്റ യു ഈക്വൽ ടു, പൊട്ടൻഷ്യൽ എനർജിയുടെ സിമ്പിൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി യു പി മൈനസ് യു ആർ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ആർ പി. ഇത് സ്റ്റോർ ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് ഈ വർക്ക്. Here the displacement is in opposite sense to the electric force. Hence, work done by electric field is negative. കാരണം ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ഇലക്ട്രിക് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്. ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എങ്ങോട്ടാ? ദേ റിപ്പൽ ഈച്ച് അതർ. ഇവിടെയുള്ള ചാർജും ഇവിടെയുള്ള ചാർജും ദേ ആർ റിപ്പലിങ് ഈച്ച് അതർ. അപ്പോ ഇത് റിപ്പൾസീവ് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സിന് അപ്ലൈഡ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സ് എപ്പോഴും ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആണ്. അപ്പോ അപ്ലൈഡ് ഫോഴ്സ് ലെഫ്റ്റിലേക്കാണ് എങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് എങ്ങോട്ടാണ്? റൈറ്റിലേക്കാണ്. ഓക്കെ, therefore we can define electric potential energy difference between 2 points as a work required by an external force in moving, very important, without accelerating, charge q from one point to another for electric field of any arbitrary charge configuration. ഏത് തരത്തിലുള്ള ചാർജ് കോൺഫിഗറേഷൻ ആണെങ്കിലും this is going to happen. ഈ രണ്ട് പ്രധാനപ്പെട്ട ഇൻഫറൻസസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. എന്താണ്? സോ ദിസ് ഇസ് ഓൺലി ഇക്വേഷൻ. യു ഹാവ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. അപ്പൊ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ലാസ്റ്റ് വർക്ക് എനർജി പവറിൽ പഠിച്ചൊരു വാക്കാണ്. യു ഹാവ് സ്റ്റഡീഡ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ. ഓർമ്മയുണ്ടോ? വർക്ക് എനർജി പ്രിൻസിപ്പിൾ. എന്തായിരുന്നു വർക്ക് എനർജി പ്രിൻസിപ്പിൾ? വർക്ക് ഡ്യൂ ടു ഓൾ ഫോഴ്സസ്, എന്ത് ഫോഴ്സ് ആയാലും കുഴപ്പമില്ല, ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. പക്ഷെ നമ്മൾ ഇപ്പൊ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയോ? ഇപ്പൊ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സസ്. Work done as conservative forces is equal to negative of change in potential energy. So this is a very important thing. അപ്പൊ നമ്മൾ പഠിക്കാൻ ഇവിടെ ഇതാണ് എത്തിക്കാൻ പോവാണ്. ഇവിടെ എത്തി നമ്മൾ ഇറക്കണം. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള ടേം ആണ്. ഇതാണ് വർക്ക് ഡൺ. ദിസ് ഇസ് വർക്ക് ഡൺ. ഏത് കേസിലാണ്? കൺസർവേറ്റീവ്. ഏതെങ്കിലും ഫോഴ്സസ് അല്ല, കൺസർവേറ്റീവ് ഫോഴ്സസ്. Okay, now we have 2 comments. രണ്ട് കമന്റ്സും കൂടെ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ജസ്റ്റ് അതൊന്ന് ബ്രീഫ് ചെയ്യാം. The important comments made at this stage is the right side of the equation 2.2. Either 2.2 depends only on the initial and final positions of the charge. It means that work done by electrostatic field in moving a charge from one point to another depends only on initial and final points and is independent of the path. This is fundamental characteristic of a conservative force. The concept of potential energy would not be meaningful if the work depend on the path. The path independence of work done by an electrostatic field can be proved using Coulomb's law. സെക്കൻഡ് പാർട്ട്. അപ്പോ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തായിരുന്നു ഒരു ഇമ്പോർട്ടന്റ് കമന്റ്? എന്തായിരുന്നു? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ആർ പി എന്ന് പറഞ്ഞു.
ഇവിടെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കമന്റ് എന്താണ്? ഇതിന്റെ കമന്റ് എന്താണ്? വർക്ക് ഇസ് പാത്ത് ഇൻഡിപെൻഡന്റ്. ഇത് കൺസർവേറ്റീവ് ആയതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് വാട്ട് അബൌട്ട് ദ സെക്കൻഡ് പോയിന്റ്? സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇക്വേഷൻ ഡിഫൈൻസ് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് in terms of a physical quantity work. Clearly, potential energy so defined is undetermined to within an additive constant. This means that potential energy is not physically significant. It is only the difference of potential energy that is significant. We can always add an arbitrary constant alpha to potential energy at every point, since this will not change the potential energy difference. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എടുക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. സെക്കൻഡ് ടേം യു പി മൈനസ് യു ആർ എന്ന് എഴുതുമ്പോൾ ഞാൻ എഴുതുകയാണ് യു പി പ്ലസ് ആൽഫ മൈനസ് യു ആർ പ്ലസ് ആൽഫ. വീണ്ടും നമുക്ക് എന്ത് തന്നെ കിട്ടും? യു പി മൈനസ് യു ആർ. ഇത് ഇക്വേഷൻ പോലെ എഴുതിയാൽ മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് തിരിച്ചു വരികയാണ്. ഗ്രൗണ്ട് നമ്മൾ 0 ആണെന്ന് സെറ്റ് ചെയ്താൽ മാത്രം at a height h potential energy equal to mgh. സോ ഇത് ഡിഫറൻസ് ആണ് നമ്മൾ ശരിക്കും എടുക്കുന്നത്. ഇതെന്താ ശരിക്കും? പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് മൈനസ് പൊട്ടൻഷ്യൽ എനർജി ഗ്രൗണ്ട് ആണ് യഥാർത്ഥത്തിൽ mgh. പക്ഷെ നമ്മളിവിടെ 0 ആണെന്ന് എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് mgh മൈനസ് 0 ഈക്വൽ ടു mgh എന്ന് എഴുതാത്തത്. ഇനി അതിന് പകരം കേസ് 1, ദിസ് ഇസ് കേസ് 1. സപ്പോസ് അടുത്തത് കേസ് 2 ആണെന്ന് വിചാരിക്കാം. വാട്ട് ഇസ് കേസ് 2? കേസ് 2